അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസിൻ്റെയും നുസൈബയുടെയും വിവാഹത്തിൻ്റെ പർച്ചേസിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് അവർ. എല്ലാവരും ഡ്രസ്സ് എടുക്കുവാനുള്ള തിരക്കിൽ. ഉമ്മ പറയുന്നു, അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ നോക്കിയെടുത്തോട്ടെ, അതായിരിക്കും നല്ലത്. പക്ഷെ ഉമ്മക്ക് അല്പം ഹെവി ആവണം എന്നും ആഗ്രഹമുണ്ട്. നുസൈബക്കാണെങ്കിൽ സിമ്പിളായിട്ടാണ് അവൾക്ക് ഇഷ്ടമുള്ളൂ. എന്തൊക്കെ തന്നെയാലും ഉമ്മയുടെ ആഗ്രഹം കൂടിയല്ലേ എന്ന് കരുതിയിട്ട് അവൾ പറയുന്നു, ഉമ്മക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തെന്നോളെ, ഞാൻ അതിട്ടോളാം. ഉമ്മ ശരിക്കും സന്തോഷിച്ചു. മോളുടെ ഇഷ്ടം നോക്കിക്കോട്ടോ, പിന്നെ കല്യാണം എന്ന് വെച്ചാൽ അതെപ്പോഴൊന്നും ഉണ്ടാവില്ലല്ലോ. അന്ന് നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങണ്ടേ, ഔറത്തൊന്നും കാണിക്കാതെ നല്ല രീതിയിൽ എൻ്റെ കുട്ടി സന്തോഷത്തോടു കൂടി എന്താ അങ്ങനെ അവർ അല്പം സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഉള്ള ഡ്രസ്സിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നു. അവരുടെ സ്റ്റാഫ് അവർക്ക് വേണ്ടതെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഷമ്മാസും ഉമ്മയും നുസൈബയും മക്കളും എല്ലാവരും കൂടി അങ്ങോട്ട് നടക്കുന്നു. ശരിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല വെറൈറ്റി കളക്ഷൻസാണ് അവിടെയുള്ളത്. അതിൻ്റെ ഒരു വെയിറ്റ് ആണെങ്കിലോ അതിലേറെ. നുസൈബ അതെല്ലാം കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അവിടുത്തെ ആ സ്റ്റാഫുകൾ ഓരോ ഡ്രസ്സ് എടുത്തിട്ട് നുസൈബയോട് പറയുന്നു, ഇതൊന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കൂ. അവൾ മടിച്ചു നിന്നു. ഡ്രസ്സ് ചെയ്യുന്നും വേണ്ട, അല്ല നോക്കാനാണ്, ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടുപോകുന്നു. അവൾ പ്രത്യേകമായി പറഞ്ഞു, ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ഹിജാബ് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. നല്ല മനോഹരമായ രീതിയിലുള്ള ഫ്രോക്കുകളും ലെഹങ്കകളുമെല്ലാം അവളെ അണിയിപ്പിക്കുന്നു. അതിലൊരു ലൈറ്റ് ഗോൾഡൻ കളറിൽ മനോഹരമായ ഒരു ഫ്രോക്ക് അതവൾ അണിഞ്ഞപ്പോൾ ശരിക്കും അടിപൊളി സുന്ദരിയായിട്ടുണ്ട്. സ്റ്റാഫ് അവളെ സുഖിപ്പിച്ചു. അവൾ പറഞ്ഞു, പിന്നെ അങ്ങനെയൊന്നുമില്ല, അതേ കൊച്ചേ, സത്യമാണ് പറയുന്നത്, ശരിക്കും നല്ല മൊഞ്ചുണ്ട് കേട്ടോ ഉമ്മച്ചുകുട്ടിയെ കാണാൻ ഇതെല്ലാം ഇട്ടപ്പോൾ. ആ സ്റ്റാഫ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളെ ആ ഡ്രസ്സിങ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ ആ ഒരു ഡ്രസ്സ് കാണുവാൻ വേണ്ടി ഉമ്മ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഉമ്മയുടെ തൊട്ട് പിന്നിലായിട്ട് ഷമ്മാസും. അവളെ ഡ്രസ്സ് അണിയിച്ചു കൊണ്ട് സ്റ്റാഫുകൾ അവളെ കൊണ്ടുവരുന്നു. ശരിക്കും ഉമ്മ പറഞ്ഞു, മാഷാ അല്ലാ, എൻ്റെ കുട്ടി സുന്ദരി കുട്ടിയായിട്ടുണ്ട്, പറഞ്ഞടുപ്പിച്ച പോലെ ഉണ്ടല്ലോ, എന്ത് ഇത്ര സംഭവം കറക്റ്റായിട്ട്. ഷമ്മാസും ഒരു നിമിഷം അങ്ങോട്ട് നോക്കി. അവന് എന്താണ് പറയാമെന്ന് അറിയുന്നില്ലായിരുന്നു. എന്തൊക്കെ തന്നെയാലും അവളുടെ ഹിജാബ് അവൾ ഒഴിവാക്കാത്തത് കൊണ്ട് തന്നെ ഷമ്മാസിന് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. നുസൈബക്ക് ശരിക്കും പറഞ്ഞാൽ ഷമ്മാസിൻ്റെ മുഖത്തേക്ക് നോക്കാൻ നാണം തോന്നാണ്. അവൾ തല താഴ്ത്തി നിന്നു. ഉമ്മ പറഞ്ഞു, മോളെ മുഖമൊന്ന് പൊക്ക് നോക്കട്ടെ. ഷമ്മാസ് അത് ശരിക്കും കണ്ടു. എത്ര മനോഹരമാണ് റബ്ബേ. അവൾ ഈ ഡ്രസ്സൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സിൽ അവളെ കണ്ടിട്ടേ ഇല്ല. നല്ല ഫുൾ സ്ലീവ് ഡ്രസ്സ്, ലോങ് ആയിട്ട് കിടക്കണ നല്ല അടിപൊളി കളറ്, എല്ലാം സെറ്റ്. സ്റ്റാഫ് പറഞ്ഞു, ഏത് കളറും ഈ കുട്ടിക്ക് ചേരും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അവൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഹിജാബ് വർക്ക് വരുന്നതായിട്ട് അങ്ങനെയുണ്ട്. ഷോളിൻ്റെ കൂടെ ഷോൾ വിത്ത് അങ്ങനെ നമ്മൾ ചെയ്തു തരും, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അവളെ കിട്ടിയപ്പോൾ സ്റ്റാഫുകൾക്ക് ഓരോ ഡ്രസ്സുകളും ഇടിയിപ്പിക്കാൻ തോന്നുകയാണ്. മോൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുത്തോട്ടോ. ഉമ്മ ഒന്നും പറയണില്ല. ഉമ്മ പിന്നെ കല്യാണത്തിനായതുകൊണ്ടേ കുറച്ച് ഇപ്പോൾ പർദ്ദ ഇട്ടാലും ഹിജാബ് അണിഞ്ഞപ്പോൾ എന്താ പ്രശ്നമല്ലല്ലോ. ഇപ്പോഴത്തെ ലോങ് ടോപ്പ് എന്ന് വെച്ചാൽ അങ്ങനെയല്ലേ. ഉമ്മ എല്ലാം അറിയുന്ന പോലെ തന്നെ സംസാരിക്കുന്നു. ശരിക്കും അവൾക്ക് ഉമ്മയുടെ ആ ഒരു ഉഷാറ് കണ്ടപ്പോൾ അത്ഭുതം തോന്നുന്നു. റബ്ബേ, ഉമ്മക്ക് എന്തൊരു ഉഷാറാണ്, മാഷാ അല്ലാ, ഇതെന്നും ഉണ്ടാവട്ടെ. നുസൈബ അണിയിച്ചു കൊണ്ടുവന്ന ആ ഒരു ഡ്രസ്സ് ഷമ്മാസ് കയ്യിലെടുക്കുന്നു. ശരിക്കും അവനത് പിടിച്ചപ്പോൾ എൻ്റെ ഹിജാബ് ഇട്ട ഡ്രസ്സാണല്ലോ ഇത് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അത് നെഞ്ചോട് ചേർക്കുന്നു. ശരിക്കും നല്ല ഹോറിയായിട്ടുണ്ട്. അവർ അവിടെയും അകലം പാലിച്ചു കൊണ്ടിരുന്നു. ഇനിയെന്താ ദിവസമല്ലല്ലോ, ഇനി വെറും 3. ഇനിയിപ്പോൾ എല്ലാം നിക്കാഹ് കഴിയട്ടെ. മോനെ, ഉമ്മ വിളിക്കുന്നു. മോനെ, ഈ കളറ് എങ്ങനെയുണ്ട് നിൻ്റെ കയ്യെ പിടിച്ചത്? മാഷാ അല്ലാ, സൂപ്പറായിട്ടുണ്ടമ്മ. ചോദിച്ചു നോക്കി നിങ്ങളെ മരുമകളോട്. മോളെ നുസിയെ, ഇത് മതിയടി,
ഉമ്മയുടെ ഇഷ്ടം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഏതായാലും വളരെയധികം മനോഹരമായ ഒരു വൈറ്റ് നിറത്തിലുള്ള ഒരു ഫ്രോക്ക് അവിടെ കണ്ടു. ഷമ്മാസ് ജസ്റ്റ് അതിങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ ഉമ്മാക്ക് മനസ്സിലായി, ഓ ഒരുപക്ഷെ അവനതായിരിക്കും പിടിച്ചത്. ഷാമോനെ എന്തടാ, ഇതെന്താ മതിയോ? ഉമ്മ ഇതെങ്ങനെയുണ്ട്? ഇത്ര ഭംഗിയാണ്, നല്ല അടിപൊളി വൈറ്റിൽ നല്ല വൈറ്റ് സ്റ്റോൺസൊക്കെ ക്ലിക്ക് ചെയ്തേ. മോനെ ഇതും അതിമനോഹരം തന്നെ. മോളെ നുസിയെ ഒന്നിവിടെ വന്നേ. അവള് അതാ അവരുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. മോളെ ഇതെങ്ങനെയുണ്ട് വൈറ്റ്? മാഷാ അല്ലാ, കുഴപ്പമില്ല, സൂപ്പറാണ്. ഇതൊന്ന് ചോദിക്ക്, ഇതിന് എത്ര റേറ്റുമാ? റേറ്റൊന്നും നീ അറിയണ്ട. ഇനിയിപ്പോൾ ഒരു 10, 20 അല്ല 25 30 കുഴപ്പമൊന്നുമില്ല. ഈ ഒന്നും മിണ്ടാതിരിക്കേ. കൂടുതൽ വിലയുള്ള ഡ്രസ്സുകൾ എടുക്കുന്നതിനോട് അവൾക്ക് വലിയൊരു താല്പര്യമില്ലായിരുന്നു. പിന്നെ അതെങ്ങനെ യൂസ് ചെയ്യും എന്ന് കരുതിയിട്ട് അത്രക്കും സ്റ്റോൺ വർക്കും കാര്യങ്ങളുള്ള നല്ല മനോഹരമായ ഒരു വൈറ്റ് ഫ്രോക്കാണ് അവർ സെലക്ട് ചെയ്തത്. ഉമ്മ ചോദിച്ചു, മോളെ ഇതിൽ മാറ്റൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റാഫ് പറഞ്ഞു, ഒന്ന് ഇട്ട് നോക്കാലോ, ഒന്ന് ഇട്ട് നോക്കിയിട്ട് കാണാലോ, അതിനനുസരിച്ച് കൊണ്ടുപോയാൽ മതിയല്ലോ. കാരണം ഇത്രയും റേറ്റിൽ നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എടുക്കണമല്ലോ. വാ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി അതാ അവർ കൊണ്ടുപോകുന്നു ഡ്രസ്സിംഗ് റൂമിലേക്ക്. അവൾക്കത് വേണ്ട രീതിയിൽ അണിയിച്ചൊരുക്കി. ശരിക്കും എങ്ങനെയുണ്ട്? കണ്ണാടി നോക്കും മോളെ. മാഷാ അല്ലാ, സൂപ്പറാണ്, അവൾ പതുങ്ങിയ സ്വരത്തിൽ പറഞ്ഞു. അങ്ങനെ അതാ ഷമ്മാസും ഉമ്മയൊക്കെ അത് ആകാംക്ഷയോടെ കാത്തിരിക്കാണ്. മാഷാ അല്ലാ, നല്ല വൈറ്റ് കളറിൽ നല്ല ഭംഗിയായി ഷോളെല്ലാം ചുറ്റിക്കെട്ടി അത്രക്കും അവർത്തെല്ലാം മറച്ച് പെർഫെക്റ്റായിട്ട് ഇതാ ഒരു പെൺകുട്ടി മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നു. ശരിക്കും ഷമ്മാസ് അവളുടെ ഡ്രസ്സിലേക്കും അവളുടെ കണ്ണുകളിലേക്കും നോക്കി. മോനെ നവാസ്ക എവിടെ? ഇക്ക അവിടെ അപ്പുറത്തിരിക്കുന്നുണ്ട്. മക്കളും അവിടെ ഉണ്ടല്ലോ. മോളിത് എവിടെ ഉണ്ട്? ചെറുത്? ആ ചെറുത് ഇക്കയുടെ കൂടെയാണ്. പാവൻ്റെ കുട്ടി. റബ്ബേ, എല്ലാവരും കല്യാണത്തിനും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എൻ്റെ കുട്ടി മാത്രം അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നു. പാവം പഠിച്ചോനെ, അതാണ് മനസ്സിക്ക് ഒരു കരട് വീണത്, അല്ലാതെ വേറൊന്നുമല്ല. ഇപ്പം അവളെക്കുറിച്ച് മാത്രമേ ടെൻഷനുള്ളൂ. വന്നാലും പ്രശ്നം, വന്നിട്ടില്ലെങ്കിലും പ്രശ്നം എന്ന് പറഞ്ഞ പോലെയാണ്. എന്താ ഇനിയിപ്പോൾ ചെയ്യുക? വരാനും വിളിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ വരാതിരുന്നാലും മക്കളെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക? സാരമില്ല മോനെ. ഉമ്മയെ തിരിഞ്ഞ് അതാ നവാസ്. അവനവിടെ അപ്പുറത്ത് സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു മോൻ്റെ കൂടെ. മോനെ നവാസ്. എന്തോ ഉമ്മ സെലക്ട് ആയോ? ഒന്ന് സെലക്ട് ആയിട്ടുണ്ട്. ഒരു വൈറ്റ് ഡ്രസ്സാണ് എടുത്തത്. വൈറ്റോ? വൈറ്റ് ഷാമോൻക്ക് അതാ ഇഷ്ടപ്പെട്ടത്. അതിനു മുമ്പ് ഒരു ഗോൾഡൻ കളർ ഞാൻ സെറ്റാക്കിയിരുന്നു. പക്ഷേ അവനക്ക് വൈറ്റിനോടൊരു താല്പര്യം. പക്ഷേ അതിനേക്കാളൊക്കെ റേറ്റ് ഇതിനാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല സ്റ്റോൺ വർക്കൊക്കെ അതിൽ ചെയ്തിട്ട് അതിമനോഹരമാണ്. അപ്പോൾ മോനെ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓനക്ക് ഇഷ്ടമല്ലേ? പിന്നെ എല്ലാം ഓൻ്റെ ഇഷ്ടമല്ലേ? അതുകൊണ്ട് ഉമ്മ ആയിക്കോട്ടെ, ഷാമോനും അവളെ സെലക്ട് ചെയ്യട്ടെ, അവരല്ലേ ധരിക്കേണ്ടത്. മോന് വാടാ, അതൊന്ന് നോക്ക്. വേണ്ടുമ്മ, എന്തിന്? അവരിഷ്ടപ്പെട്ടൊക്കെ സെലക്ട് ചെയ്തോട്ടെ, ഞാൻ ഉണ്ടല്ലോ നിങ്ങളുടെ കൂടെ. ഇവിടെയുണ്ട്, മോൻ്റെ കൂടെ ഉണ്ട്. ഉമ്മ ചെല്ല്. അങ്ങനെ അതാ വീണ്ടും ഉമ്മ ഷമ്മാസിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു. അതില്ലതാ നവാസ്കയുടെ മോള് പറഞ്ഞു, പപ്പ ഇത് മതി, ഈ വൈറ്റ് മതി, ഇത് നല്ല ഭംഗിയുണ്ട്, കുഞ്ഞമ്മക്ക് നല്ല രസമുണ്ടാവും ഇത്. ആയിക്കോട്ടെ, പൊന്നുമോളുടെ ഇഷ്ടവും കൂടി നോക്കണമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കണക്കിന് ഈ ഒരു വൈറ്റ് ഡ്രസ്സാണ് നമ്മുടെ മണവാട്ടിക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. സ്റ്റാഫുകളും പറഞ്ഞു അവർക്ക് നല്ല ഭംഗിയുണ്ടാവും അത്. അതായത് അതിനനുസരിച്ചുള്ളൊരു ശരീരവും ഒക്കെ ആയി വരുമ്പോഴേ മൊത്തത്തിൽ ശരിക്കും നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഇടാത്തതിന് ഇത്ര ഭംഗിയുണ്ട്. അപ്പോൾ ഇനി അതെല്ലാം ഇട്ടിട്ടാവുമ്പോൾ ശരിക്കും നല്ലൊരു പ്രിൻസസ് ലുക്കായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം. എന്തൊക്കെ തന്നെയാലും വെഡ്ഡിങ് ഡ്രസ്സ് സെറ്റായി. ഇനി ബാക്കിയുള്ള വീട്ടിൽ നിന്ന് യൂസ് ചെയ്യണതും ഒക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ, ചുരിദാർ ഐറ്റംസ്, അതുപോലെ സൽക്കാരത്തിനുള്ളത്, അങ്ങനെയൊക്കെ അതൊക്കെ പിന്നെ ഉമ്മയും നോക്കുന്നുണ്ട്. അവൾ കൂടുതലായിട്ട് അതിലേക്കൊന്നും നോക്കുന്നേ ഇല്ല.
അതൊക്കെ ഉമ്മ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്, സെലക്ട് ചെയ്തത്. വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാനുള്ള ചുരിദാറും കാര്യങ്ങളും ഇന്നർ വിയേഴ്സും അതൊക്കെ. ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയം എടുക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, നുസൈബക്ക് പർദ്ദയും ഹിജാബും. അവൾ അതാണല്ലോ സാധാരണയായി യൂസ് ചെയ്യാറുള്ളത്. പർദ്ദയുടെ ഭാഗത്തേക്ക് അതാ സ്റ്റാഫ് കൊണ്ടുപോകുന്നു. ഇഷ്ടപ്പെട്ട അറേബ്യൻ രീതിയിൽ കളക്ഷൻസ് ഉള്ള ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് അറേബ്യൻ കളക്ഷൻസാണ് ഉള്ളത്. പിന്നെ പാകിസ്ഥാനിയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ കുട്ടിക്ക് അനുയോജ്യമായ രീതിയിലുള്ളത് ഇതാ നല്ല അടിപൊളി വർക്കിൽ ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നല്ല പർദ്ദകളാണ്. നല്ല അടിപൊളി 2-3 ഐറ്റംസ് കാണിച്ചു കൊടുത്തു. ഷമ്മാസ് അവിടെ എത്തി. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ അവനൊരു പർദ്ദ കണ്ടുപിടിച്ചു. ഷമ്മാസ് ഇഷ്ടപ്പെട്ടാൽ പിന്നെ അവൾക്ക് മറ്റൊരു എതിരഭിപ്രായമില്ല. അവൾക്ക് സമ്മതമാണ്. ഉമ്മ വിചാരിച്ചു, എൻ്റെ ഷാമോനെ എനിക്ക് നല്ലൊന്ന് കൈ കിട്ടണമുണ്ട് കേട്ടോ. അല്ലുമ്മ നിങ്ങൾക്ക് പർദ്ദ നോക്കുന്നില്ലേ? ആ നോക്കാം, ആദ്യം ഇവൾത്താണ് കഴിച്ചിട്ട്. അല്ല, ഏതായാലും നമ്മൾ പർദ്ദയുടെ സെക്ഷനിലല്ലേ. അവരും പറഞ്ഞു, അതെ ഉമ്മ നിങ്ങൾ നോക്കിക്കോളി, എത്ര നല്ല അടിപൊളി മോഡലുകളുണ്ട് നിങ്ങൾക്ക് പറ്റിയത്. ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഷമ്മാസിനെ മാത്രം കൊണ്ട് പറഞ്ഞയച്ചാൽ മതിയായിരുന്നോ അല്ലേ? നുസിയെ, നമ്മളൊന്നും വരേണ്ട ആവശ്യമില്ലേനു കേട്ടോ. ഇവനാണൊക്കെ സെലക്ട് ചെയ്യണത്. കാണേണ്ട പോലൊന്നുമല്ല. അത് കേട്ട് അതാ അവൾ ചിരിക്കുന്നു. ശരിയാണ്, നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒക്കെ സെറ്റാക്കുന്നുണ്ട് അല്ലേ? ഷമ്മാസ് അവളെ ഇടം കണ്ടിട്ട് നോക്കി. എൻ്റെ ഹിജാബി, അവൻ പതുക്കെ വിളിച്ചു. അവൾക്ക് ഭയമായി. ഉമ്മ കേൾക്കും. ഇനിയിപ്പോൾ 3 ദിവസം കഴിഞ്ഞാൽ ഉമ്മ കേൾക്കുന്നുള്ള പേടിയൊന്നുമില്ലല്ലേ? വിളിച്ചില്ലെങ്കിലായിരിക്കും ഉമ്മക്ക് ടെൻഷൻ. ഉമ്മ കേൾക്കാതെ അവിടെ ഒരു സ്വകാര്യം നടന്നു. നുസൈബയുടെയും ഷമ്മാസിൻ്റെയും മനസ്സിൽ പുതിയ പുതിയ ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. ഇനി അവർ ആഗ്രഹിച്ച് കാതോർത്ത മാസങ്ങളില്ല, ദിവസങ്ങൾ, അതും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഹിജാബി, ഷമ്മാസ് വിളിച്ചു. ഉമ്മ കുഞ്ഞിനെയും കൊണ്ട് നവാസിൻ്റെ അടുക്കിലേക്ക് പോയിരുന്നു. ഷമ്മാസിന് എന്തൊക്കെയോ സംസാരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ വേണ്ട, എന്തിനാണ് വെറുതെ എന്ന് കരുതി. അല്ല, ഹിജാബിക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തോട്ടോ. പിന്നെ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ സെലക്ട് ചെയ്തെടുക്കാം. അതിനാണ് കൊണ്ടുവന്നത്. അല്ലാതെ ഞാൻ എടുത്തു തരിക അങ്ങനെ ഉള്ളതല്ല. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുകയാണ്. നീയും ഉമ്മയും കൂടെ അങ്ങനെ എടുത്തോ കേട്ടോ. അതായിരിക്കും നല്ലത്. ഷമ്മാസ് ഉമ്മ എവിടെയെന്ന് വിചാരിച്ചു. ഉമ്മ എവിടെ പോയത്? ഇക്കയുടെ അടുക്കിലേക്ക് പോയതാണെന്ന് തോന്നുന്നു. ശരിക്കും ഷമ്മാസിനും നുസൈബാക്കും സംസാരിക്കുവാനുള്ള ഇഷ്ടം പോലെ ഗ്യാപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ പേടിച്ചുകൊണ്ടാണ് അത്യാവശ്യം കാര്യങ്ങൾ മാത്രം സംസാരിച്ചത്. കാരണം ആര് കാണുന്നതും അതൊന്നും അല്ലല്ലോ. പടച്ചിറപ്പ് കാണുന്നുണ്ടല്ലോ. തെറ്റായ വാക്കുകളൊന്നും പറയുന്നത് ഒരിക്കലും ഹലാലായിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് അവൻ അതിൽ മൗനം പാലിച്ചു. പെട്ടെന്ന് ഉമ്മ വന്നു. ഉമ്മ കണ്ടറിഞ്ഞു തന്നെ ഒന്നങ്ങോട്ട് മാറിപ്പോയതാണെന്ന് തോന്നുന്നു. അവർ കുറച്ച് സംസാരിക്കട്ടെ, ഒന്ന് ലെവലാകാൻ നല്ലതാണ് എന്ന് കരുതിയിട്ട് ഉമ്മ അല്പനേരം നവാസിൻ്റെ അടുക്കൽ നിന്നു. പക്ഷേ ഉമ്മ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇല്ല, ഈ പെണ്ണ് അങ്ങോട്ടും തിരിഞ്ഞിരിക്കുകയാണ്. ചെക്കന് എന്താ ഇവരിങ്ങനെ? ഓരോരുത്തരും ഓരോ ചാൻസ് കിട്ടാൻ കാത്തിക്കുക, എന്തെങ്കിലും നമുക്ക് പറയാൻ. ഇവരിത് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ? ചെല്ലാം. ഉമ്മ അങ്ങോട്ട് ചെന്നു. മക്കളെ എന്തായി എടുത്തില്ലേ? ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച് പോയതല്ലേ. നിങ്ങൾ 2 പേരല്ലേ സെലക്ട് ചെയ്യേണ്ടത്. അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതൊക്കെ തന്നെയല്ലേ. ഷമ്മാസേ, എന്ത് ഞാൻ തന്നെ വേണമെന്നുണ്ടോ? അല്ല, ഉമ്മയാവുമ്പോൾ ഒന്നും കൂടെ. അങ്ങനെയൊന്നുമില്ല. നീ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തല്ലോ, കാര്യങ്ങളൊക്കെ എടുത്തോളൂ. ഇനിയിപ്പോൾ എന്തിനാ ഞാൻ അങ്ങനെ? ഏതാ വീണ്ടും അത്യാവശ്യത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം നുസൈബക്കുള്ളത് എടുക്കുന്നു. അവൾ പലതവണ പറഞ്ഞു, വേണ്ട, ഒക്കെ 2 കൂട്ടൊക്കെ മതി, കൂടുതലായിട്ടൊന്നും വേണ്ട. മോളെ, മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുക? മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഒന്നിട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് ഉണങ്ങിയില്ലെങ്കിൽ എന്താ ചെയ്യുക? അതൊന്നും പറ്റില്ല. വീട്ടിൽ നിന്ന് തന്നെ ഒരു 5-6 കൂട്ടെങ്കിലും എടുക്കേണ്ടതാണ്. കാരണം എന്നും തിരിച്ചു മറിച്ച് ഓരോന്നും ഇങ്ങനെ ഇടണം എനിക്ക് വലിയ താല്പര്യമില്ല.
അതുകൊണ്ട് തന്നെ പിന്നെ അത് കേടുവന്നിട്ട് ഇൻഷാല് നമുക്ക് പിന്നെ എടുക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചത് കൂടെ ഒരു രണ്ടെണ്ണം കൂടി എടുത്തോ, നിൻ്റെ ഇഷ്ടത്തിന്. ഇതെൻ്റെ ഇഷ്ടം, ഇത് നിൻ്റെ ഇഷ്ടത്തിനും കൂടി എടുത്തോ. അങ്ങനെ അതാ അവൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുക്കുന്നു. മോനെ ഫാൻസി ഇവിടെ തന്നെ ഉണ്ട്, അതാ ഇവിടെ തന്നെ ഈ ഷോപ്പിൽ തന്നെ അവർ അത് പറഞ്ഞു. മാഡം ചെരുപ്പുണ്ട്, അതുപോലെ തന്നെ ബ്യൂട്ടി ആകാനുള്ള എല്ലാ സംഭവങ്ങളുണ്ട്, അതുപോലെ തന്നെയുള്ള എല്ലാ കോസ്മെറ്റിക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ബാഗ് അതൊക്കെ ഇവിടെ നിന്ന് എടുക്കായിരിക്കും നല്ലത്. വലിയൊരു വിശാലമായ ഒരു ഫാൻസിയിലേക്കാണ് അവർ കടന്നത്. ആ ഷോപ്പിൻ്റെ ഭാഗമായി തന്നെയുള്ള അതിൽ എല്ലാം ഉണ്ട്. ഷമ്മാസ് തന്നെ അവൾക്കുള്ള ചെരുപ്പ് കാര്യങ്ങൾ അതെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇത് നോക്ക്, ഇത് വലുപ്പമുണ്ടോ നോക്ക്. അങ്ങനെ പക്ഷേ അവനെടുക്കുന്നത് കറക്റ്റ് സൈസാണ്. നല്ല രീതിയിൽ എത്രയോ വർഷം ജീവിച്ചവരെ പോലെയാണ് അവൻ്റെ ഒരു കണക്ക് കൂട്ടലുകൾ കണ്ടിട്ട്. എവിടെ മോളൂസ്? നവാസിൻ്റെ അരികിലേക്ക് അവൾ പോയിരുന്നു. മോള് വാ, മോൾക്ക് ഉമ്മച്ചിൻ്റെ പൊന്നു മോൾക്ക് എന്താ വേണ്ടിയത്? അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വളയും മാലകളും ചെരുപ്പും എല്ലാം ഉമ്മ അതാ എടുത്തു കൊടുക്കുന്നു. ഇനി നമുക്ക് മക്കൾക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കാം കേട്ടോ. നല്ല പൊന്നു മോളാണ് ഉമ്മച്ചിൻ്റെ കേട്ടോ, നല്ല മോളാണ്. എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുന്ന തിരക്കിനിടയിൽ ആ കുട്ടി ചോദിക്കുന്നു, ഉമ്മ എൻ്റെ ഉമ്മച്ചിക്ക് എന്താ ഡ്രസ്സ് എടുക്കാത്തത്? അത് കേട്ട് ശരിക്കും ആ ഉമ്മയുടെ ഹൃദയം പൊട്ടിപ്പോയി. മോളെ എടുക്കൂട്ടോ, ഉമ്മച്ചിക്കൊക്കെ ഡ്രസ്സ് എടുക്കും, ഉമ്മൻ്റെ പൊന്നു മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുക്കും. സാജിത്തയും ഭർത്താവും മറ്റൊരു ഭാഗത്ത് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. അവരാദ്യം അവരുടെ മക്കൾക്കും അവർക്കൊക്കെ ഉള്ളതൊക്കെ എടുത്തു. ഷമ്മ സെലക്ട് ചെയ്ത ആ ഒരു ഡ്രസ്സ് ശരിക്കും എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നവാസിൻ്റെ മോള് ചോദിച്ച ആ ഒരു ചോദ്യം അതെല്ലാവരുടെയും മനസ്സിൽ തട്ടുന്ന ഒന്നായിരുന്നു. എൻ്റെ ഉമ്മച്ചിക്ക് ഡ്രസ്സ് എടുക്കുന്നില്ല. ആ ഉമ്മ ദ്വായിരുന്നു, പഠിച്ച റബ്ബേ എൻ്റെ മോൻ്റെ ഭാര്യ നല്ല രീതിയിലായി ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഈ മക്കൾക്ക് അവരുടെ ഉമ്മയായിരുന്നു. അല്ലാതെ എന്തൊക്കെ തന്നെയും ആ പിഞ്ചു ഹൃദയത്തിൻ്റെ ഉള്ളിലും ഉണ്ടല്ലോ ആ ഒരു വേദന. ആ കുട്ടിയുടെ ഉമ്മച്ചി കൂടെയില്ല എന്നുള്ള സത്യം അത് മനസ്സിലാക്കിയിരിക്കുന്നു. സാജി എടുക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ എടുത്തോട്ടെ. പിന്നെ ഉപ്പയുടെയും ഉമ്മയുടെയും ഫാമിലികളൊക്കെ അവരൊക്കെ സ്വന്തം ഇഷ്ടത്തിന് വന്നെടുക്കായിരിക്കും നല്ലത്. നമ്മളൊക്കെ എടുത്തു കൊണ്ടുപോയാൽ ഒരുപക്ഷെ അത് റെഡിയാവില്ല. അങ്ങനെ അതാ സാജിത്തെയും ഒക്കെ ചുരിദാർ എടുക്കുവാൻ വേണ്ടി മറ്റൊരു ഭാഗത്തേക്ക് അത്യാവശ്യം ഹെവി വർക്കിൽ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കളക്ഷൻസ് അവിടേക്ക് ഇടുന്നു. ഉമ്മ പറഞ്ഞു, നുസിയെ മോൾക്ക് ഒന്ന് എടുത്തോ, പിന്നെ മോൾക്ക് പർദ്ദൻ്റെ അടിയിലൊക്കെ യൂസ് ചെയ്യാനൊക്കെ ഉമ്മ മതിയല്ലോ, അത്യാവശ്യം അയക്കണ്. അങ്ങനെ അത് സാജിത്തെയൊക്കെ ചുരിദാർ സെലക്ട് ചെയ്യുന്നു. മോളെ ഫസീലാക്കുള്ളൂ ഒന്ന് എടുത്തു കേട്ടോ. ഉമ്മ ഫസീലാക്കുള്ള എടുത്തിട്ട് എവിടെ ആർക്കും കൊടുക്കാനാ, എവിടെ വെക്കാനാ? അവിടെ വെറുതെ അലമാരയിൽ വെച്ച് കേടുവരുത്താനോ? എന്തിനാ ഉമ്മ ഇല്ലാത്തവർക്ക് ഡ്രസ്സ് എടുക്കുന്നത്? അവൾ വരും നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? ഏത് കാലം കരുതിയിട്ട്? അവൾക്കൊന്നും എടുക്കണ്ട, വന്നിട്ട് എടുത്താൽ മതി. സാജിയുടെ ആ ഒരു വാക്ക് ഉമ്മ പറഞ്ഞു, വേണ്ട മോളെ, പെട്ടെന്ന് എങ്ങാനും കയറി വരികയാണെങ്കിൽ നമുക്ക് പിന്നൊരു ഡ്രസ്സ് നിർക്കാൻ പോരുണ്ടാവില്ല. അപ്പോൾ ദാ ഇത് അവൾക്കാക്കാം. ഫസീലക്കും ഡ്രസ്സ് അവരെടുത്തു. കാരണം അവരുടെ കടമ അവർ നിർവഹിച്ചു. പ്രത്യേകമായി ഷമ്മാസ് പറഞ്ഞു, ഉമ്മ ഇത്താക്കുള്ള ആവശ്യമുള്ളതൊക്കെ എടുത്തോളൂ കേട്ടോ. പിന്നെ പെട്ടെന്ന് വരികയാണെങ്കിലൊക്കെ മോനെ ഒക്കെ എടുക്കാമല്ലോ, ഒന്നും കുഴപ്പമില്ല. ഒന്ന് നല്ല രീതിയിൽ വന്ന് കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ട. അത്യാവശ്യം ഫാമിലിക്കൊക്കെ ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. അല്ല മോനെ, എൻ്റെ കുട്ടി നിക്കാഹിന് ഏത് ഡ്രസ്സാണ് ഇടുന്നത്? ഉമ്മ അതൊക്കെ എടുക്കാം, ആദ്യം നിങ്ങൾ ലേഡീസിൻ്റെ ഒക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് മതി. അത് പറ്റില്ല, ഇത്രയും വലിയ ടെക്സ്റ്റൈൽസിലേക്ക് കയറിയിട്ട് ഇനി ഒക്കെ അങ്ങോട്ട് എടുത്തിട്ട് പോയാൽ മതി, ഇനി മറ്റൊരു വരവ് വരണ്ട. ഉമ്മ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളെ കൂട്ടി പിന്നെ വന്നോളാം, അതായിരിക്കും നല്ലത്. അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് പിന്നെ അങ്ങനെ ചെയ്യുക. കാരണം ഒരുപാട് ലേറ്റാവും ഉമ്മ, അതുകൊണ്ടാണ്. ഇപ്പോഴെന്നെ സമയം എത്രയായി? പിന്നെ നമ്മൾ നിക്കാഹൊന്നും കഴിയാതെ കൂട്ടിക്കൊണ്ടുവന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഷമ്മാസിൻ്റെ നിർദ്ദേശപ്രകാരം ഉമ്മ അത് ശരിവെച്ചു. മോനെ പൊന്നുമോനെ വാ, അവൾക്ക് ദാഹിക്കണുണ്ടാവും, പാവൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. മോളെ നുസി
നിനക്ക് ദാഹിക്കണില്ല മോളെ, വാ നമുക്ക് എന്തെങ്കിലും കുടിക്കാൻ പോവാ. ഇല്ലമ്മ എനിക്ക് ദാഹിക്കണമെന്നില്ല. വാ മക്കൾക്കും വാങ്ങിക്കൊടുക്കണം. വേണ്ടമ്മ എനിക്കിപ്പോൾ വേണ്ട, മക്കൾക്ക് വാങ്ങിക്കൊടുത്തോളൂ, അവൾ താഴ്മയോടെ പറഞ്ഞു. ഷമ്മാസ് അപ്പോഴേക്കും ഒരു ഫുഡ് കോർട്ടിലെത്തി. അത് എന്തൊക്കെയോ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. അവൾ മടിച്ചു നിന്നു, നാണിച്ചു നിന്നു. ഉമ്മ പറഞ്ഞു, വാ മോളെ, നീ അവനെ നോക്കണ്ട, എൻ്റെ കൂടെയല്ലേ നീ വരുന്നത്. പിന്നെ അവനെ നീ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മളെ തമ്മിൽ പരിചയമുണ്ടല്ലോ, പിന്നെന്ത് നിനക്ക് മടി നാണോ. ഉമ്മ അവർ ഭക്ഷണം കഴിച്ചോട്ടെ, എന്നിട്ട് നമുക്ക്. ഉമ്മ കഴിച്ചോളൂ, എനിക്കിപ്പോൾ അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അവളെ ഉമ്മ നിർബന്ധിച്ച് കൊണ്ടുവരുന്നു. അവൾക്ക് ശരിക്കും നാണമാണ് ഷമ്മാസിൻ്റെ മുമ്പിലേക്ക് ഇരിക്കാൻ. അതുകൊണ്ട് തന്നെ ഉമ്മ അവൾക്ക് പ്രത്യേകമായി ഒരു കെയറിങ് കൊടുത്തു. ഷ്യാമോനെ, മോനൊക്കെ അപ്പുറത്തിരുന്നു കേട്ടോ. അവൾക്ക് പിന്നെന്താ പറയുക, കഴിക്കൂലോള്, അതാണ്. ഉമ്മയും അവളും ഒരു ഭാഗത്തിരുന്നു, ഷമ്മാസും നവാസും കുട്ടികളും മറ്റൊരു ഭാഗത്തും. അവൾക്ക് തൻ്റെ ഫേസ് കാണുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ റൂംസിലാണ് ഇരുന്നിരുന്നത്. എന്തൊക്കെയോ ജ്യൂസും സ്നാക്സും ഒക്കെ അതാ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മന്തിയും എന്തൊക്കെയോ സ്പെഷ്യൽ ഐറ്റംസും അതും പറഞ്ഞിട്ടുണ്ട്. മോനെ, ഇതൊക്കെ ആരാടാ അത്ര തിന്നുക? എല്ലാവരും കഴിക്കേ, ഉച്ചയായില്ലേ, ഇനി എപ്പോഴാ? പിന്നെ അത് മാത്രമല്ല, ഇനി മഹറെടുക്കാൻ പോകാണ്ട്, അപ്പോഴും ഞാൻ അവിടെ ഒരുപാട് ടൈം പിടിക്കും. എന്തൊക്കെ തിന്നേലും വൈകുന്നേരം ആവുന്നുള്ള കാര്യം ഉറപ്പാണ്. നവാസിൻ്റെ മക്കൾക്ക് ഉമ്മ തന്നെയാണ് വാരി കൊടുക്കുന്നത്. അതങ്ങ് ശീലമായി. ഉമ്മച്ചിൻ്റെ പൊന്നു മോന് കുറച്ചും കൂടി തിന്നാളി എന്ന് പറഞ്ഞു. കുട്ടികളെ ഉമ്മ തീറ്റിക്കുകയാണ്. എന്നാൽ മൂത്ത പെൺകുട്ടിയുടെ കാര്യമെല്ലാം നുസൈബയാണ് ശ്രദ്ധിക്കുന്നത്. വാ മോളെ, വാ, കുഞ്ഞമ്മ വാരിത്തരാം, വരി, കുറച്ചുകൂടെ കഴിക്കണം, നല്ല കുട്ടിയല്ലേ. ദാ ഇത് കഴിച്ചേ. അവൾ ആ പെൺകുട്ടിക്ക് വാരി കൊടുത്തു. അവളുടെ കൈകളെല്ലാം കഴുകി കൊടുത്ത് വൃത്തിയാക്കി കൊടുത്തു. നല്ല കുട്ടിയാണ് കേട്ടോ. ഇനി ഭക്ഷണം കഴിച്ച് കുഞ്ഞുമാവയൊക്കെ നോക്കേണ്ട ആളല്ലേ. എന്താണെന്നറിയില്ല, നുസൈബ അവിടേക്ക് എത്തിയപ്പോൾ തന്നെ ഉമ്മാക്ക് വല്ലാത്തൊരു ആശ്വാസം, ഒരു സമാധാനം. എന്താണെന്നറിയില്ല, അത് ആദ്യമേ അങ്ങനെ തന്നെ. ഇപ്പോഴും അവളുണ്ടാകുമ്പോൾ ഒരാളുള്ള പോലെയാണ് എല്ലാത്തിനും കൂടെ. മക്കളെ അവൾ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നത് കണ്ട് ശരിക്കും ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. പഠിച്ചോനെ അള്ളാഹുവേ, യാതൊരു മുടക്കമില്ലാതെ ഈ കല്യാണം നിറാഹത്തായി നടത്തിക്കൊണ്ടല്ല. ആ പെണ്ണ് വീട്ടിൽ കണ്ട് കയറി കിട്ടിയ ബർക്കത്തായി. എന്തെന്നറിയില്ല, എനിക്കൊരു സമാധാന സന്തോഷമാണ് ഓള് അങ്ങോട്ട് കയറിയാൽ. ഉമ്മ എന്താ ആലോചിക്കുന്നത്? ഉമ്മയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ഷമ്മാസ് പറയുന്നു. ഏയ് ഒന്നുമില്ല മോനെ. അല്ലുമ്മ എന്താ കൈ കഴുകുന്നില്ലേ? ആ കൈ കഴുകാം, ഞാൻ പിടിക്കണോ അമ്മ? ഏയ് വേണ്ട വേണ്ട. ഞാൻ എന്തുമ്മ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഒന്നുമില്ലടാ, ഓരോന്നങ്ങോട്ട് ആലോചിച്ചു പോയി. ഉമ്മ ഇനി ഒന്നും ആലോചിക്കണ്ട, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ആലോചിക്കാം. ഉമ്മ ചിരിച്ചു. കൈ കഴുകി നുസൈബിയോട് പറഞ്ഞു, മോളെ നുസിയേ, പിന്നെ ഉമ്മാനോടൊന്ന് വിളിച്ച് പറഞ്ഞാളാ കേട്ടോ. ആ ഉമ്മ ഞാൻ വിളിക്കാം. അല്ലെങ്കിൽ എന്താരോ ചിലപ്പം ബേജാറാവേ. കാരണം നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ഹലാലായി, ഒന്നും നോക്കണ്ടല്ലോ. ഓൻ എങ്ങോട്ടെ കൊണ്ടെടുക്കുന്നതിനനുസരിച്ച് എനിക്കങ്ങനെ പോയാൽ മതി. ഇതിപ്പോൾ നിക്കാഹൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, പെരക്കാർക്ക് ബേജാറുണ്ടാവും. മോളൊന്ന് വിളിച്ചാളാ ഉമ്മാക്ക്. അങ്ങനെ അതാ നുസൈബ ഉമ്മാക്ക് വിളിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നു. ഉമ്മ എടുക്കുന്നു. ഉമ്മ, ആ നുസേ എന്തായി? ഉമ്മ ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. വേറെ എന്തൊക്കെയോ എടുക്കാനുണ്ടെന്ന് തോന്നുന്നു. അതൊന്നും പിന്നെ തന്നെ. ആ ശരി, എവിടെ ഉമ്മ? എവിടെ? ഉമ്മയുടെ അടുക്കൽ നുസൈബ ഫോൺ കൊടുക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോള് ഞങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ, ഒരു പേടിയും പേടിക്കണ്ട. ഇൻഷാ അല്ലാ വൈകുന്നേരം ആകുമ്പോഴത്തേണ്ട് എത്തിച്ചേരാം. എന്ത് പേടി? നിങ്ങളെ കൂടെ ഉണ്ടാകുമ്പോൾ എന്ത് പേടിയാണ്? നിങ്ങൾ തന്നെയല്ലേ ഓളെ നോക്കിയതും ഓളെ പഠിപ്പിച്ചതും ഓളെല്ലാം കാര്യങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ തന്നെയല്ലേ. നിങ്ങൾ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇനി നട്ടപ്പാതിരായാലും ഒരു പേടിയില്ല. നിങ്ങൾ ടെൻഷൻ ആണ്ട, റാത്തോട് കൂടി ഒക്കെ എടുത്തോളി. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. അപ്പോഴാണ് ഷമ്മാസിൻ്റെ ഉമ്മ അത് ഓർത്തത്. പഠിച്ചോനെ അല്ലാ, നമ്മൾ അവർക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ലല്ലോ. ആ കാര്യം പറ്റി അങ്ങ് മറന്നുപോയി ഞാൻ. മോനെ ഷമ്മാസേ, നടക്ക്, ടെക്സ്റ്റൈൽസ് ഇത് കഴിഞ്ഞിട്ടില്ല, വീട്ടുകാർക്കൊക്കെ എടുക്കണ്ടടാ ഡ്രസ്സ്. എനിക്കതുകൊണ്ട് ഓർമ്മയിൽ കിട്ടിയില്ല, അവൾക്കുള്ളതൊക്കെ കണ്ട് എടുത്ത്. അങ്ങനെ ആയപ്പോൾ പിന്നെ ഉമ്മ
ആർക്കൊക്കെ വേണ്ടച്ചെടുത്തോളൂ, എന്തൊക്കെ വേണ്ടച്ചെടുത്തോളൂ. മോനെ ഉമ്മാക്ക് വേണം, ഉമ്മമ്മക്ക് വേണം, പിന്നെ ഉള്ള അനിയത്തി കുട്ടികൾക്ക് ഉപ്പാക്ക്, പിന്നെ എളാപ്പ മക്കൾ, ഭാര്യ മക്കൾ, അവർക്കുള്ളതും അത് അത്യാവശ്യമാണ്. അത് എടുക്കാനേ പറ്റില്ല. മോളെ നുസിയെ, പിന്നെ ഉമ്മ പർദ്ദയാണ് ധരിക്കാറുള്ളത്, അതുപോലെ എളാമ്മ എന്താ ധരിക്കാറുള്ളത്? സാരിയാണോ? അതിനാണെങ്കിൽ അതിനനുസരിച്ച് മോളെ എടുക്കാമല്ലോ. ഉമ്മ അതൊന്നും വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല, അതൊക്കെ അതിൽ പെട്ടതന്നെയല്ലേ. നമ്മൾ സന്തോഷത്തോടു കൂടി നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടുവരുമ്പോൾ അതൊരു പുടവ കൊടുക്കൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിലൊന്നും ഒരു കുറവും വരുത്തരുത് കേട്ടോ. മോളെ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുത്തോ. അവൾ അതിനും മടി കാണിച്ചപ്പോൾ ഉമ്മ തന്നെ ചെന്ന് അത് സെലക്ട് ചെയ്യുകയാണ്. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, അതൊക്കെ പെണ്ണ് എടുക്കേണ്ടതല്ലേ, ഞാൻ തന്നെ വേണ്ട ഉമ്മ, അത് മതി, കുറച്ച് മതി. അത് പറഞ്ഞാൽ പറ്റില്ല. അല്ലാ, അവരുടെ വീട്ടിലേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഉച്ച തിരിഞ്ഞിരുന്നു. ഉമ്മാക്ക് ഭയമായി. പഠിച്ചോനെ, മഹർ എടുത്തിട്ടില്ല, അതിനിപ്പോൾ എവിടെയാണ് പോകണത്, എന്തൊക്കെയാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. മോനെ, എൻ്റെ കുട്ടി എവിടെ വെച്ച് നല്ല ജ്വല്ലറി ഏതാന്ന് നോക്ക്, അന്വേഷിച്ച് നോക്ക്, ആരോടെങ്കിലും ചോദിച്ചു നോക്ക്. ഉമ്മ ജ്വല്ലറിയൊക്കെ നല്ലത് തന്നെയല്ലായിരിക്കും, നമ്മൾ ക്യാഷ് കൊടുത്ത സാധനം കിട്ടില്ല അല്ലേ, കുറച്ച് മുമ്പത്തെ പാരമ്പര്യ ഗുണമുള്ള തന്നെ ആയിക്കോട്ടെ. ഉമ്മയുടെ തൃപ്തികരത്തിന് അനുസരിച്ച് കൊണ്ട് ശ്യാമോൻ പറഞ്ഞു. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും പഴക്കമുള്ള ജ്വല്ലറി ആക്കലേ മോനെ? അങ്ങനല്ല, എന്നാലും നമുക്കൊരു വിശ്വസ്തരായൊരു ആൾക്കാരുണ്ടാവില്ലേ. അന്ന് സാജനെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ സ്വർണ്ണം എടുത്ത ജ്വല്ലറി ഉണ്ടായിരുന്നു, അവിടെ പോവായിരിക്കും നല്ലത്. അല്ലുമ്മ, അളിയനും സാജിയും എന്തേ പിന്നെ പെട്ടെന്ന് പോയത്? അത് ഓനക്ക് എന്തോ ഒരു എക്സാം ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടിട്ട് അവരിപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ സാധനം എടുത്തോണ്ട് മഹറാകുമ്പോഴത്തിന് ഞങ്ങൾ വിളിക്കും. ഉമ്മ ഫുഡിനൊന്നും അവർ എത്തിയില്ലല്ലോ, അതൊക്കെ അവർ കഴിച്ചോളൂല്ലോ എൻ്റെ പൊന്നാര ചെക്ക. ഓളെ കൂടെ മാപ്പിളല്ലേ, പിന്നെന്ത് പേടി. അങ്ങനെ അവരിതാ ആ ടെക്സ്റ്റൈൽസിലെ ബില്ല് കൂട്ടി അതെല്ലാം കൊടുക്കുന്നു. മോനെ ഡിക്കി തുറക്ക്, എല്ലാ സാധനങ്ങളും അതിൽ കൊള്ളുമോ ഉമ്മ? കൊള്ളണേ വെക്ക് അല്ലെങ്കിൽ പിന്നെ വേറെ വണ്ടി വിളിക്കുക. എന്തേ, അതിൽ കൊള്ളാമെന്നിരിക്കൂല. ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അതിൽ അടക്കി വെച്ചു. അടുത്തത് തൻ്റെ പ്രിയപ്പെട്ട ഹിജാബിക്കുള്ള മഹറാണ്. ഷമ്മാസ് മനസ്സിൽ സ്വപ്നം കണ്ട ആ ഒരു ദിവസത്തിന് ഇനി വെറും 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ മഹറണിയിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഷമ്മാസ്. തൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസ് നൽകുന്ന മഹർ ഏറ്റുവാങ്ങാൻ അവളുടെ ഹൃദയവും കൊതിക്കുന്നുണ്ട്. അവർ നേരെ ജ്വല്ലറിയിലേക്ക്. മോനെ, സാജിത്തെ വിളിച്ച് പറ, നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, മഹർ എടുക്കുമ്പോഴേ അളിയാൻ ഞാൻ പറ്റൂല. അതെന്തുമ്മ? അല്ലേ, നമ്മൾ ബഹുമാനിക്കണ്ടല്ലോ, ബഹുമാനിക്കണ്ടേ, നിങ്ങളെ പെങ്ങളെ ഹസ്ബൻഡല്ലേ, പിന്നെ അതിൻ്റേതായ രീതിയിൽ നമ്മൾ അവരെയൊക്കെ ബഹുമാനിക്കണം. പിന്നെ ഇവനോടും ഫൈസലിനോട് വിളിച്ച് പറയട്ടോ കാര്യങ്ങളൊക്കെ ഒന്ന്. ഉമ്മ. അങ്ങനെ അവരിതാ എല്ലാവരും കൂടി ആ ഒരു വലിയ ജ്വല്ലറി ലക്ഷ്യമാക്കി അങ്ങോട്ട് നീങ്ങുന്നു. ഉമ്മയുടെ കൂടെ തന്നെ നുസൈബ നടക്കുകയാണ്. അതിൽ ഷമ്മാസ് പറഞ്ഞു, ഒരുത്തിക്കിവിടെ പേടിയാണ് ഉമ്മയെ വിട്ടു പോകുന്നത്. എന്തൊക്കെ തന്നെയാലും പഠിച്ചവൻ്റെ വിധി, ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ പഠിച്ചവൻ തരികയാണല്ലോ. റബ്ബേ, മോനെ ദ്വാ ചെയ്യ്, പേടിയാണ് എനിക്ക് ഇപ്പോഴും. 3 ദിവസമാണെങ്കിലും എന്തെങ്കിലും പറ്റുമെന്നൊക്കെ ഒരു പേടിയാണ് എനിക്ക്. മനസ്സിലെപ്പോഴും ദ്വായാണ്, ശത്രുക്കളാണ് ചുറ്റുഭാഗത്തും. അങ്ങനെയൊന്നുമില്ലമ്മ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അങ്ങനെ ആകുമ്പോൾ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും ഇൻഷാ അല്ലാ. അതേ മോനെ, അത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. കല്യാണം കഴിഞ്ഞവരെ സമാധാനമില്ല. അങ്ങനെ അവരെല്ലാവരും കൂടി ആ ജ്വല്ലറിയിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ അവിടെയുള്ള ആളുകൾ അവരെ വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. ഇരിക്കൂ സർ, ഇരിക്കൂ മിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ എന്തെടുക്കാനായിരുന്നു? മഹർ. അതിമനോഹരമായ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സെറ്റായിട്ടാണോ ഉദ്ദേശിക്കുന്നത്, അതോ ഒരൊറ്റ ആഭരണമാണോ? ഷമ്മാസ് നേരെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നു. ഉമ്മ ഒറ്റ വാക്കിൽ പറഞ്ഞു, സെറ്റ് മതി. അത് കേട്ട് നുസൈബ ഞെട്ടിപ്പോയി. റബ്ബേ, മഹറെന്ന് പറഞ്ഞാൽ ഒരു ചെയിന് അല്ലെങ്കിൽ ഒരു ബ്രേസ്ലെറ്റ്,
അങ്ങനെയല്ലേ? ഇതെന്തിപ്പോൾ സെറ്റെന്ന് പറഞ്ഞാൽ? അപ്പോഴേക്കും ഓരോ ആഭരണ പെട്ടികൾ അതാ അവരുടെ മുമ്പിൽ നിരന്നുകൊണ്ടിരുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.